ട്രാൻസ്ഫോർമർ കണ്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല. ട്രാൻസ്ഫോർമർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും ഏകദേശം എല്ലാവർക്കും അറിയാം. വൈദ്യുതിയുടെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ മുതൽ വലിയ സബ്സ്റ്റേഷനുകളിലും പവർ സ്റ്റേഷനുകളിലുമൊക്കെയുള്ള ഭീമൻ ട്രാൻസ്ഫോർമറുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സബ്സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറുകൾക്ക് 100 കണക്കിന് ടൺ ഭാരമുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചുകൊണ്ട് വോൾട്ടേജ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ചെയ്യുന്നത്? അതിൻ്റെ അടിസ്ഥാനപരമായ സയൻസ് എന്താണ് എന്ന് ഒരു പക്ഷേ എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നാം ഇന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് വിമർശനമായിക്കോട്ടെ, അഭിനന്ദനമായിക്കോട്ടെ, കമൻ്റായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ശരി, നമുക്ക് ഇനി വീഡിയോയിലേക്ക് തന്നെ വരാം. എന്താണ് ട്രാൻസ്ഫോർമർ? എങ്ങനെയാണ് ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വൈദ്യുതി, എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വൈദ്യുതി എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. DC ഉണ്ട്, AC ഉണ്ട്. ഇതും നമുക്കെല്ലാവർക്കും അറിയാം. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കറണ്ടാണ്. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ വാക്കുകളിൽ തന്നെ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി തന്നെയുണ്ട്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും അതിൻ്റെ പ്രവാഹം ഉണ്ടാവുക, വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടാകുക. എന്താണ് വൈദ്യുത പ്രവാഹം എന്ന് നമ്മൾ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ചില മെറ്റീരിയലുകളിൽ, പ്രത്യേകിച്ച് ലോഹങ്ങളിൽ, മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോണുകൾ ധാരാളം ഉണ്ടാകും. അതിൻ്റെ തന്മാത്രാ ഘടന ഉണ്ടായി വരുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ പരസ്പരം അവ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അധികം വരുന്ന ഇലക്ട്രോണുകൾ ആ മെറ്റലിൽ, ആ മെറ്റീരിയലുകളിൽ ധാരാളമായി ഉണ്ടാകും. വെറുതെ ഇരിക്കുന്നൊരവസ്ഥയിൽ ആ ഇലക്ട്രോണുകൾ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിന് തോന്നുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു പവർ അപ്ലൈ ചെയ്താൽ കൃത്യമായ ഒരു ഡയറക്ഷനിൽ ആ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ വൈദ്യുതി എന്ന് വിളിക്കുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ലളിതമായി അത് അത്രയുമാണ്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കായിരിക്കും ഇലക്ട്രോണിൻ്റെ പ്രവാഹം ഉണ്ടാകുക. DC ഉണ്ടാക്കുന്ന ആ ഒരു പവർ സോഴ്സ് പ്രധാനമായും അത് ബാറ്ററികളാണ്. ആ ബാറ്ററികളുടെ 2 ഭാഗമുണ്ട്, പോസിറ്റീവുമുണ്ട്, നെഗറ്റീവുമുണ്ട്. അതിൻ്റെ ഒരു വശത്ത്, അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം ഇലക്ട്രോണുകൾ, ഫ്രീ ഇലക്ട്രോണുകൾ ഒരുമിച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഇലക്ട്രോണുകൾ തീരെ കുറവുമായിരിക്കും. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. എന്ത് പ്രവാഹമുണ്ടാകണമെങ്കിലും, എന്ത് ഒഴുക്കുണ്ടാകണമെങ്കിലും അവിടെ ഒരു എനർജി ലെവലിന് വ്യത്യാസമുണ്ടാകണം. ഉയർന്ന എനർജി ലെവലിൽ നിന്ന് താഴ്ന്ന എനർജി ലെവലിലേക്കായിരിക്കും എപ്പോഴും എല്ലാ പ്രവാഹങ്ങളും ഉണ്ടാവുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രവാഹമായാലും ഉയർന്ന തലത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്കാണ് വെള്ളത്തിൻ്റെ പ്രവാഹം, വാട്ടർ ഫ്ലോ ഉണ്ടാവുക. കാരണം ഉയർന്നിരിക്കുമ്പോൾ അതിന് എനർജി കൂടുതലാണ്, താഴ്ന്ന അവസ്ഥയിൽ എനർജി കുറവാണ്. അങ്ങനെ ഉയർന്ന എനർജി ലെവലിൽ നിന്ന് താഴ്ന്ന എനർജി ലെവലിലേക്കാണ് വെള്ളം പ്രവഹിക്കുക. വെള്ളം എന്നുള്ളതല്ല എല്ലാം. നമുക്കറിയാം, ന്യൂനമർദ്ദം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ന്യൂനമർദ്ദം? അന്തരീക്ഷത്തിൻ്റെ ചില പ്രത്യേക മേഖലകളിൽ ചില പ്രത്യേക ആക്ടിവിറ്റികൾ കാരണം മർദ്ദം വളരെ കുറയും. മർദ്ദം വളരെ കുറയുമ്പോൾ, പ്രഷർ വളരെ കുറയുമ്പോൾ, പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് എയർ അവിടേക്ക് ഒരുമിച്ച് പ്രവഹിച്ചു വരും. അങ്ങനെ വരുമ്പോൾ ആ വഴിക്കുള്ള മേഘങ്ങളെല്ലാം അത് തടുത്തുകൂട്ടി ആ പ്രദേശം മുഴുവനും മഴ പെയ്യിക്കും. അങ്ങനെയാണ് ന്യൂനമർദ്ദം കാരണം മഴ പെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു. ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? അതൊരു വലിയ പ്രഷറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ പ്രഷർ ഉണ്ടാക്കുമ്പോൾ ഉയർന്ന പ്രഷറുള്ള സ്ഥലത്തു നിന്ന് താഴ്ന്ന പ്രഷറുള്ള സ്ഥലങ്ങളിലേക്ക് ബ്ലഡ് ഒഴുകിയെത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. വൈദ്യുതിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഫ്രീ ഇലക്ട്രോണുകൾ ഒരു ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും മറ്റൊരു ഭാഗത്ത് ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവയെ ഒന്ന് കണക്റ്റ് ചെയ്താൽ ഈ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് ഈ ഇലക്ട്രോണുകൾ ഒഴുകും. ആ കണക്റ്റ് ചെയ്യുന്ന റൂട്ടിൽ വൈദ്യുതിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. വൈദ്യുതി എവിടെയുണ്ടോ അവിടെ മാഗ്നറ്റിസവുമുണ്ട്, കാന്തിക പ്രഭാവവുമുണ്ട്. ഒരു ബാറ്ററിക്ക് ചെയ്ത ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ നമ്മൾ കുറച്ച് ഇരുമ്പ് പൊടികൾ അവിടെ വിതറിയിട്ട് കഴിഞ്ഞാൽ അത്
അതിനെ ആകർഷിക്കുന്നത് കാണാം. വൈദ്യുതി ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിസമുണ്ട്, മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ വൈദ്യുതിയുമുണ്ട്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ അതുപോലെയുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ് ഉള്ളത്. ഇത് ഡി സിയുടെ കാര്യം. ഡയറക്റ്റ് കറണ്ടിൻ്റെ കാര്യം. എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണത്. ഡി സിയിൽ എപ്പോഴും ഒരു വശത്തേക്ക് മാത്രമാണ് ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നത്, ഇലക്ട്രോണുകളുടെ പ്രവാഹമെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സിയിൽ ഇത് മാറിക്കൊണ്ടേ, ഇതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവും നെഗറ്റീവും പരസ്പരം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന എ സിയിൽ അതൊരു സെക്കൻഡിൽ 50 എന്ന നിലയിൽ അതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവും നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഒരു മൊമെൻറ്റിൽ അത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയെല്ലാം എ സി വൈദ്യുതിയാണത്. ഈ എ സി വൈദ്യുതിയിലാണ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. എ സി വൈദ്യുതിയിൽ മാത്രമേ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാൻ കഴിയുകയുമുള്ളൂ. അതെങ്ങനെയാണ്? എങ്ങനെയാണ് എ സി ജനറേറ്റ് ചെയ്യുന്നത്? ഒരു കാന്തിക ഫീൽഡ്, ഒരു കാന്തം, ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിന് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയയുണ്ട്. അതിന് ചുറ്റുമായി കാന്തിക പ്രഭാവമുള്ള സ്ഥലമുണ്ട്, ഇടമുണ്ട്. അത് മാഗ്നറ്റിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവമുള്ള ഏരിയയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, നല്ല ശക്തിയുള്ള സാമാന്യം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കാന്തം മാഗ്നറ്റ് ഒരു ഇരുമ്പിൻ്റെ അടുത്ത് കൊണ്ടുചെന്നാൽ മതി, അത് ചാടിയതിലേക്ക് പിടിക്കും, മുട്ടുസൂചിയൊക്കെ. ആ പ്രഭാവത്തിൻ്റെ അതിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ ഏരിയയിലേക്ക് വന്നാൽ മതി. ആ ഇൻഫ്ലുവൻഷ്യൽ ഏരിയയിൽ അതിൻ്റെ കാന്തിക പ്രഭാവം പടർന്നു കിടക്കും. ആ കാന്തിക പ്രഭാവത്തിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിലൂടെ ഒരു കണ്ടക്ടർ, അത് കോപ്പർ ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ഒരു കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്രോസ് ചെയ്തുകൊണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണുകൾ ഒരു ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതാണ് വൈദ്യുതി. ആ ഒരു കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോണുകളെ കൃത്യമായ ഒരു ദിശയിലേക്ക് ഏകോപിപ്പിച്ച് ഫ്ലോ ചെയ്യിക്കാൻ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് കഴിയും. അവിടെ ഒരു മൂവ്മെൻറ്റ് ആവശ്യമാണ്, വെറുതെ ഇരുന്നാൽ പറ്റില്ല. ഒരു ഒന്നുകിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്യണം. എന്തായാലും ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ ആ കണ്ടക്ടർ ക്രോസ് ചെയ്യണം, കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു എ സി ജനറേറ്ററിൽ അല്ലെങ്കിൽ ഒരു എ സി ഡൈനാമോയിൽ, നമ്മുടെയൊക്കെ കാറുകളിലുള്ള എ സി ഓൾട്ടർനേറ്ററുകളിൽ സംഭവിക്കുന്നതാണ്. അവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ ഒരു ആർമേച്ചർ കോയിലും ഉണ്ടാകും. ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്റ്റിംഗ് കോയിലാണത്. ഈ ചെമ്പ് കോയിൽ, വൈൻഡ് ചെയ്ത കോയിലുകളാണത്. അത് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം വലുതായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയും. അവ കറങ്ങുമ്പോൾ അതിലെ ഒന്നുകിൽ ഈ ആർമേച്ചർ കറങ്ങും, അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് കറങ്ങും. ഈ കറങ്ങുമ്പോൾ എന്താണ്, തുടർച്ചയായി ഇതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഈ കോയിലുകളിൽ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി അതിന് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ഇൻഡക്ഷൻ എന്നും വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധമാണത്. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു വൈദ്യുതി, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു കോയിലിലേക്ക് കൊടുക്കുന്നു. ആ കോയിലിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇലക്ട്രിസിറ്റി എവിടെയുണ്ടോ അവിടെ മാഗ്നറ്റിസവുമുണ്ട്. അതൊരു കോയിലിൽ കൂടെ പോകുമ്പോൾ ആ മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ ശക്തി വളരെ കൂടും. അവിടെ വളരെ വലിയ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? നമുക്കത് നോക്കാം. ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് 2 കോയിലുകൾ ചേർന്ന ഒരു സംവിധാനമാണത്. 2 കോയിലുകൾ, അതിന് ഒന്ന് പ്രൈമറി കോയിലുകൾ എന്നും പറയും, മറ്റൊന്ന് സെക്കൻഡറി കോയിലുകൾ എന്നും പറയും. ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു കോയിലിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ
ഇങ്ങനെ വൈദ്യുതി കടന്നു പോകുമ്പോൾ മുമ്പേ പറഞ്ഞു, വൈദ്യുതിയും മാഗ്നറ്റിസവും തമ്മിൽ വളരെ വലിയ അഭേദ്യമായൊരു ബന്ധമാണുള്ളത്. അങ്ങനെ ഈ വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആകുമ്പോൾ വൈദ്യുതി 0-യിൽ നിന്ന് ആരംഭിച്ച് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ എത്തും. അതിനുശേഷം അവിടെ നിന്നത് തിരിച്ചും വരും. ഈ വൈദ്യുതിയുടെ പ്രവാഹം ഓരോ സെക്കൻഡിലും 50 എന്ന കണക്കിൽ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കല്ല മാറുന്നത്. ആ ചെറിയ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു 0-യിൽ നിന്ന് ഉയർന്ന വാല്യൂവിലെത്തും, അവിടെ നിന്ന് തിരിച്ചു പോകും, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ഈ മാഗ്നറ്റിക് ലൈനിൻ്റെ സ്ട്രെങ്തും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും കൂടിയും കുറയും, കൂടുക കുറയുക അതും തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോയിലിൽ കൂടെ വൈദ്യുതി ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓരോ സെക്കൻഡിലും 50 എന്ന കണക്കിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷനും ഇതേപോലെ തിരിഞ്ഞും മറിഞ്ഞും മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫ്ലക്സിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കോയിൽ വെച്ചാൽ എന്താ സംഭവിക്കുക? ഇവിടെ സംഭവിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ കോയിലിൽ സംഭവിക്കും. എന്ന് വെച്ചാൽ ഈ ലൈൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് തുടർച്ചയായി ഈ കോയിൽ കൂടെ കട്ട് ചെയ്തുകൊണ്ട് കൂടിയും കുറഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോയിലിൽ ഒരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ സംഭവിക്കും. ഈ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ കോയിലിൽ മറ്റൊരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ വൈദ്യുതി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രൈമറി നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന കോയിലിൽ ഉള്ളത് ഒരു 5 ചുരുളുകൾ ആണെങ്കിൽ ഈ സെക്കൻഡറി ലൈനിൽ നമ്മളൊരു കൂടുതൽ ഇതുപോലുള്ള കോയിലിൻ്റെ എണ്ണം, ഈ ചുരുളുകളുടെ എണ്ണം കൂടുതലാണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഈ സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈദ്യുതിയുടെ അളവും കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയും വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ തിരിച്ചു നോക്കൂ, ഇതിനെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കേസ് നോക്കൂ, ഇത് പ്രൈമറി കോയിലും ഇത് സെക്കൻഡറി കോയിലും. ഈ പ്രൈമറി കോയിലിലെ കമ്പിച്ചുരുളുകളുടെ എണ്ണം വളരെ കൂടുതലും സെക്കൻഡറി കോയിലിലെ കമ്പിച്ചുരുളുകളുടെ എണ്ണം വളരെ കുറവുമാണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയേക്കാൾ വളരെ കുറവായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഈ കണ്ടക്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നത് എന്ന്? ഉയർന്ന വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്മിഷൻ ലോസ് വളരെ കുറവായിരിക്കും എന്ന് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതിയുടെ വോൾട്ടേജ് കൂട്ടുന്നതും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചുകൊണ്ട് വോൾട്ടേജ് കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ വളരെ ലളിതമായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ആയതുകൊണ്ടാണ്. DCയെ നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫോർമറുകളിലൂടെ കടത്തിവിട്ടിട്ടൊരു കാര്യവുമില്ല.
കാരണം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ട് തന്നെ DC സർക്യൂട്ടുകളിൽ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗിച്ചിട്ട് കാര്യവുമില്ല. DCയുടെ വോൾട്ടേജ് കൂട്ടുന്നതും കുറയ്ക്കുന്നതുമൊക്കെ വളരെ സങ്കീർണമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലും നമ്മുടെ വീടുകളിലും ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിലും എല്ലാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ നമുക്ക് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോർമർ എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.